Kadikalam. Powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ഗ്രീൻ ഒലീവ് ലേഡീസ് സലൂൺ, അൽ കാസ്മിയ, ഷാർജ. പപ്പ ലീവ് കിട്ടിയോ? ഇല്ലടാ മോനെ. മനസ്സറിയാൻ എല്ലാം പറയണമെന്നില്ല. Time Express Cargo, your perfect cargo partner. A division of M Group. Call toll free 800-2746. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, സുസ്വാഗതം കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. കളിക്കളം പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ ഇൻ അസോസിയേഷൻ വിത്ത് ടാൽറോക്ക്. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനങ്ങളായിട്ട് തരുന്നുണ്ടാവും. വിജയിക്കുന്ന ആളുകൾക്കായിരിക്കും സമ്മാനം കിട്ടുന്നുണ്ടാവും. വിജയിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഫോൺ എടുക്കുക, വിളിക്കുക 0423824991 എന്നുള്ള നമ്പറിൽ 2 മിനിറ്റ് നേരം നിങ്ങളുടെ ഫുൾ ശ്രദ്ധ ഈ ഗെയിമിൽ മാത്രം വെച്ചിരിക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന അക്ഷരങ്ങളിലുള്ള ഗെയിം ഏതാണോ ആ ഗെയിമാണ് നിങ്ങൾ കളിക്കേണ്ടി വരിക. കളിച്ച് ജയിക്കുന്ന ആളുകളെ ഞാൻ സമ്മാനങ്ങളിലേക്ക് വിടും. സമ്മാനങ്ങളിലേക്ക് വിടുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ജയിക്കുകയാണെങ്കിൽ ആ ഒരാൾക്ക് മാത്രം ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ടാവും. ബാക്കിയുള്ളവർക്കൊക്കെ വേറെ സമ്മാനങ്ങൾ കിട്ടും. വേറെ സമ്മാനങ്ങളും ഈ ഒരു സമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ ക്രോക്കഡൈൽ പാർക്കിൽ പോകാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും ഒരാൾക്ക് കിട്ടുന്നുണ്ടാവുക. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വീതിച്ച് ഓരോ സമ്മാനം വീതം കിട്ടും. അത് ഏത് സമ്മാനമാണെന്ന് വെച്ചാൽ, ഒന്നിക്കൽ നിങ്ങൾക്ക് മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഷാർജ നൽകുന്ന ഒരു ഡൈനിങ് ഡിന്നർ വോച്ചർ സമ്മാനമായിട്ട് കിട്ടും. സൂപ്പർ ഫുഡാണ്. ഞാൻ മിക്കവാറും വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോഴും ഞാൻ കഴിക്കുന്ന ഫുഡ് ഈ മജ്ലിസിലാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡാണ്, അടിപൊളിയാണ്. അതല്ല എങ്കിൽ ഗ്രീൻ ഒലീവ് ബ്യൂട്ടി സലൂൺ, അതും അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം എൻ്റെ വൈഫിനെ വിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഗംഭീരമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പറയുന്ന പരസ്യമാണിത്. അടുത്തതായിട്ട് പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നത് ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. അവരുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. ഈ ഗിഫ്റ്റ് ഹാമ്പറാണ് എന്ന് പറയുമ്പോൾ ആ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് തന്നെ അവർ ആദ്യം തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഷോ തുടങ്ങുന്നതിൻ്റെ ആ സമയത്ത്, ആദ്യം ഇവർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരെണ്ണം തന്നിട്ട് ഞാൻ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറയുന്നത് ഇവിടെ വന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. മജ്ലിസ് റെസ്റ്റോറൻറ്റതും ഇവിടെ വന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് ഗ്രീൻ ഒലിവിൻ്റെതും ഇവിടെ വന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമ്മാനം ക്രോക്കഡൈൽ പാർക്കിൻ്റെത് മാത്രം ഇവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ക്രോക്കഡൈൽ പാർക്കിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും നിങ്ങൾ അവർക്ക് ഡേറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ഇന്ന ഡേറ്റിലേക്കാണ്. അതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവർ ചാർജ് ചെയ്യുന്നുണ്ടാവും. അതെന്താണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് അവർ തന്നെ പറഞ്ഞു തരും. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, നമ്മൾ മാത്രം വരുന്നുണ്ടെങ്കിൽ അവർ ഡേറ്റ് സജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഡേറ്റ് ചൂസ് ചെയ്യാം, ഏത് ടൈമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ടൈമിൽ പോയി നിങ്ങൾക്ക് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വീണ്ടും ഞാനിങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ട് ഇന്ന് പുതുക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പാസ്പോർട്ട് പുതുക്കി തിരിച്ച് ഓഫീസിൽ വന്നു. വിളിക്കേണ്ട നമ്പർ 0423824991 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. അപ്പോൾ പാസ്പോർട്ട് പുതുക്കാൻ പോയി. റാസൽ കൈമയാണ്. അപ്പോൾ റാസൽ കൈമയിലായതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല, റോഡും തിരക്കില്ല, ഒന്നുമില്ലായിരുന്നു. എനിക്ക് ഷാർജയിലും ദുബായിലൊന്നും കിട്ടാത്ത കാരണം റാസൽ കൈമയെ കിട്ടി. അപ്പോൾ റാസൽ കൈമയിലേക്ക് പോയി. അവിടെ നിന്ന് പാസ്പോർട്ട് റിന്യൂവൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ച് ഞാൻ ഓഫീസിലെത്തി. ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കൊലീഗ് ഇരിക്കുന്നുണ്ട്, ജോൺ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മാനേജറാണ്. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, ജോൺ എപ്പിത്ത്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്പോർട്ട് വീണ്ടും റിന്യൂ ചെയ്തു അല്ലേ? ഞാൻ പറഞ്ഞു, വീണ്ടും റിന്യൂ ചെയ്തു. നിൻ്റെ എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെത് ആയി, അടുത്ത മാസത്തോ ഏകദേശം ആയി എന്ന് പറഞ്ഞു. നമ്മൾ എത്രാമത്തെ റിന്യൂവൽ? അപ്പോൾ പുള്ളി ഇപ്പോൾ 2ാമത്തെ റിന്യൂവൽ കണ്ടാണ്. എൻ്റെ പാസ്പോർട്ട് ഇത് 3ാമത്തെ റിന്യൂവൽ. 3ാമത്തെ അല്ല, ഒന്ന് ഫ്രഷ് പാസ്പോർട്ട്, ദെൻ ഒരു പാസ്പോർട്ട്. ഇത് 3ാമത്തെ പാസ്പോർട്ടായത്. പുള്ളിയുടെ 2ാമത്തെ പാസ്പോർട്ടാണ്. അങ്ങനെ ഇതെൻ്റെ 3ാമത്തെ പാസ്പോർട്ടാണ് എന്ന് പറഞ്ഞ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 6 പാസ്പോർട്ടൊക്കെ ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പാസ്പോർട്ടേ ഉള്ളെന്നാ? എന്താ അത്? അതായത് 60ഉം പിന്നെ ഒരു 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ആണ് ഒരു 6 പാസ്പോർട്ടൊക്കെ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെയൊക്കെ ജനിച്ചു വളർന്ന കുട്ടികൾക്കൊക്കെ ചെറുപ്പം മുതലേ പാസ്പോർട്ട് ഉണ്ടല്ലോ. അല്ല, അങ്ങനത്തെ അല്ല, നമ്മൾ ഈ ജോലിക്കായിട്ടൊക്കെ വരുന്നവർക്കൊരു 6 പാസ്പോർട്ടൊക്കെ ഉള്ളു. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ഇനി അങ്ങോട്ട് ജീവിച്ചോളാം. സത്യമായിട്ടും അത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക്
കൃത്യമായി ഒരു ഡേറ്റ് അറിയാത്ത ഒരു കാര്യം എന്താണ്? ബാക്കിയെല്ലാം നമുക്കറിയാം, ഒരുവിധം കാര്യങ്ങൾ. വിസ പുതുക്കേണ്ടേ അറിയാം, പാസ്പോർട്ട് റിന്യൂ ചെയ്യേണ്ടേ അറിയാം, ബസ്സിൻ്റെ സമയം അറിയാം, കാറിൻ്റെ സമയം അറിയാം, നമ്മൾ പോകേണ്ട സമയം അറിയാം, ഡ്യൂട്ടിക്ക് പോകേണ്ടത് അറിയാം, വരേണ്ടതറിയാം. ഒട്ടുമിക്ക സംഭവങ്ങളുടെയും ടൈം നമുക്ക് ഷെഡ്യൂൾഡാണ്, നമുക്കറിയാം. പക്ഷേ മരണത്തിൻ്റെ മാത്രം നമുക്ക് ടൈം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലതും കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിളിക്കുക. ഇത്തരത്തിലുള്ള തത്വങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഈ ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ തമാശകൾ മാത്രമായിട്ടാണ് പോകാൻ പോകുന്നത്. 0423824991 എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഒട്ടും ലാഗില്ലാതെ നിങ്ങൾ അവിടെ നിന്ന് കോൾ ചെയ്യുന്നു, കോൾ എടുക്കുന്നു, നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു, ഞാൻ സംസാരിക്കുന്നു. ഇതിൽ നിന്നും ഓപ്പൺ ആക്കുന്ന നമ്പർ അക്ഷരത്തിൽ ഏത് ഗെയിമാണോ നിങ്ങൾക്ക് വരുന്നത് ആ ഗെയിമായിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. എനിക്കറിയില്ല എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ വന്നുള്ളൂ. ഞാൻ കുറച്ച് ലേറ്റായിട്ട് എത്തിയിരുന്നത്. ഞാൻ പറഞ്ഞില്ല, റാസൽ കെയ്മൊക്കെ പോയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായാണ് വന്നത്. അപ്പോൾ വന്ന് ഇതിനകത്ത് എന്ത് സംഭവം ഉണ്ടെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്വം ടോണിയിലാണ് എന്ന് ഞാൻ ആദ്യമേ ഊന്നി പറയുകയാണ്. അത് നന്നായിട്ട് ഊന്നട്ടെ. ഞാൻ ടോണിയെ നന്നായിട്ട് ഊന്നിയിട്ടാണ് ഞാൻ പറയുന്നത്. 0423824991 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നന്നായി ഊന്നിക്കൊണ്ട് തന്നെ പറയാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴും പറയാം, ടോണി ഇതെന്താണിത് എന്നൊക്കെ നിങ്ങൾക്കുള്ളത് അവിടെ തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. 0423824991 എന്നുള്ളതാണ് നമ്മൾ വിളിക്കേണ്ട നമ്പർ. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. എനിക്ക് 1 മണിക്കൂർ മാത്രമാണ് അനുവദിച്ചിരിക്കുന്ന സമയം. അതായത് 9:30 മണി വരെ മാത്രമാണ് എനിക്കിവിടെ നിന്ന് നിങ്ങൾക്കുള്ള കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയമുള്ളത്. നമുക്ക് നോക്കാം ഫസ്റ്റ് കോളർ ആരാണെന്നുള്ളത്. ഫസ്റ്റ് കോളേഴ്സ് എല്ലാവരും വിളിക്കുന്ന സമയത്ത് ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വിളിക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാവും, ഒരു 10 സെക്കൻഡ് ലാഗ് ഉണ്ടാവും. കാരണം നിങ്ങൾ ടി വിയിൽ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ ആ ടി വിയും ഇതുമായിട്ടുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് പാട്ടിൻ്റെ പാലായി സഹായിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന് പകരം ഇന്ന് സച്ചു ആണ് ഇരിക്കുന്നത്. സച്ചുവിൻ്റെ അഡ്രസ്സ് ഇല്ല അവിടെ. സച്ചു ഉണ്ടോ എന്നറിയില്ല. സച്ചു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ചു ഉണ്ടെങ്കിൽ സച്ചു ആണ് പാട്ട് പാടി തരേണ്ടത്. പക്ഷേ സച്ചു പാട്ട് പാടിക്കഴിഞ്ഞാൽ പല വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സച്ചുവിന് പാട്ട് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചുവേട്ടന് പാട്ട് അറിയാൻ സാധ്യതയില്ല. പിന്നെ നിരഞ്ജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയില്ല. ഇന്ന് പാട്ടിൻ്റെ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ളൊരു സംഭവം കൂടി ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടിൻ്റെ പരമാവധി ഇല്ലാണ്ട് പോകണേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം പൊതുവേ പാട്ടിൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് വേണം എന്ത് ഉണ്ടാക്കാനായിട്ട്. പാട്ടിൻ്റെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വേണം ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് ഒരു ഇച്ചിരി സ്നേഹത്തിലൊക്കെ പെരുമാറണം. എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. 0423824991 ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞാൽ ഒന്ന് ചുമച്ചിട്ട് വരാം. ഒരു ചിന്ന ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. കളിക്കളം powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. gift sponsored by Dubai Crocodile Park. Book tickets on dubaicrocodilepark.com. ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ഗ്രീൻ ഒലീവ് ലേഡീസ് സലൂൺ, അൽ കാസ്മിയ, ഷാർജ. പപ്പ ലീവ് കിട്ടിയോ? ഇല്ലടാ മോനെ. മനസ്സറിയാൻ എല്ലാം പറയണമെന്നില്ല. ടൈം എക്സ്പ്രസ് കാർഗോ, യുവർ പെർഫെക്റ്റ് കാർഗോ പാർട്ട്ണർ. A division of M Group. Call toll free 800-274. Time Express Cargo, your perfect cargo partner. Call now 800-2746. gift sponsored by Dubai Crocodile Park. Book tickets on dubaicrocodilepark.com. ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ഗ്രീൻ ഒലീവ് ലേഡീസ് സലൂൺ, അൽ കാസ്മിയ, ഷാർജ. വെൽക്കം ബാക്ക്. അപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ടത് 0423824991. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി പാട്ടിൻ്റെ പാലായിലും മറ്റു കാര്യങ്ങളിലും പാട്ടിൻ്റെ ഗെയിമുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മിസ്റ്റർ സച്ചിദാനന്ദൻ എന്നാണ് പേര്. പുള്ളിയുടെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സച്ചു എന്ന് മാത്രം വിളിക്കുന്നത്. ഇങ്ങനെ മുടി ഇങ്ങനെ തൊപ്പി പോലെ വെച്ച് നടക്കുന്നൊരു മനുഷ്യനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ സ്റ്റുഡിയോയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ മീശയും താടി എല്ലാം ക്ലീൻ ഷേവായിട്ട് ഇങ്ങനെ വൈക്കോൽ കൂന പോലെ മുടിയിട്ടിട്ടുള്ള 2 പേരുണ്ടാവും. അതിൽ ഒരാൾക്ക് താടി മീശയുണ്ട്. അതുകൊണ്ട് തന്നെ വൈക്കോൽ കൂനി ഇട്ടത് 2 പേരാണ്. അപ്പോൾ അതിൽ മീശയും താടി ഇല്ലാത്ത ആരാണോ അതാണ് ഈ സച്ചു എന്ന് പറയുന്ന മനുഷ്യൻ. പിന്നെ ഇവിടെ വൈക്കോൽ
വൈക്കോൽക്കൂനേ ഉള്ളൂ ഇവിടെ. അതായത് ടോണി അടക്കം മൊത്തം വൈക്കോൽക്കൂന ടീമാണ്. മൊത്തം ആൾക്കാർ ഈ മുടി ഇവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. മുടി ഇങ്ങനെ ഇങ്ങനെ ഈ ചെവി മറച്ചിട്ടുള്ള, പണ്ട് നമ്മൾ പഴയ കാലത്തെ സിനിമാ നടന്മാരെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈമിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കരുണാകരേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. കരുണേട്ടൻ പുള്ളി ആണ് നമ്മൾ പിന്നെ മുടി മുറിക്കുന്ന സ്ഥലം. പുള്ളി എല്ലാവർക്കും ഒരേ ടൈപ്പ് കട്ടിങ് ആണല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഒരേ ടൈപ്പ് കട്ടിങ്, ബച്ചൻകട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഈ ബച്ചൻകട്ടിലുള്ള സംഭവമായിരുന്നു അന്ന് ഈ മുടി ഈ ചെവി പകുതി ഇങ്ങനെ ഇട്ടിട്ടുള്ള ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ആ സംഭവം. അത് യാക്കൂബ് എന്ന് പറഞ്ഞൊരാളും കൂടി ഉണ്ട്. നമ്മൾ അവിടെ 2 ബാർബർ ഷോപ്പാണ് ഇങ്ങനെ ഇവിടെയും ഇവിടെയായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും കർണാടകയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പുള്ളി ബച്ചൻകട്ട് എങ്ങനെ വന്നാലും മനുഷ്യക്കോലാവില്ല. വീട്ടിൽ മുടി മുറിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അമ്മ പറയും ഇപ്പോഴും ഒരു മനുഷ്യക്കോലായത്, എങ്ങനെയായും ആവില്ല. നമ്മളെ ഫ്രണ്ട്സിൽ അവസാനം കണ്ട ജയറാമിൻ്റെ ആ ഒരു കോലത്തിലുണ്ടാവുക. ഹലോ ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം. ശശിയേട്ടാ, പറയൂ. ഏതാ അക്ഷരം? ജി. ജി. ഇന്നലെ ഏതാ എടുത്തേ? ഇന്നലെ എന്നെ. ഇന്ന് ജി എന്താ ഉള്ളത് നോക്കട്ടെ. എന്നോട് പറ കഥ. നോക്കട്ടെ എന്താണ് വരുന്നത് നോക്കട്ടെ. എന്താണ് ടോണി, ഇതെന്താടാ? നാട് പേര് സിനിമ വസ്തു. നാട് പേര് സിനിമ വസ്തുവാ. ടോണി പൊളിക്കുന്നുണ്ട്. നാട് പേര് സിനിമ വസ്തു, നമ്മളെ പഴയ ഗെയിമില്ലേ? നാട് പേര് സിനിമ വസ്തു. അക്ഷരം വരും, 4 അക്ഷരം. നാട് പേര് സിനിമ വസ്തു. ഈ നാട് എന്ന് പറയുന്നത് നമുക്ക് ഏത് സ്ഥലവും പറയാം, പക്ഷെ നമുക്ക് ഫേമസ് ആയ സ്ഥലമായിരിക്കണം കേട്ടാ. ഓക്കെ. അപ്പൊ തെരട്ട് അക്ഷരം എച്ച്. ഹോളണ്ട്. ഓക്കെ. പേര് ഹിറ്റ്ലർ. ഓക്കെ. സിനിമ ഹരികൃഷ്ണൻ. ഓക്കെ. വസ്തു 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 ഹാറ്റ്. ഹാറ്റ്. ഓക്കെ. അടുത്തത് ടീ. 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 ട്രിവാൻഡ്രം. ഓക്കെ. പേര് ടീ. തബു. 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 ഇവിടെ വമ്പാ. ഓക്കെ. സിനിമ സിനിമ തച്ചോളിയമ്പു. തൊമ്മനും മക്കളൊക്കെ ഉണ്ട്. അടുത്ത പറ. വസ്തു പറ. വസ്തു തബല. തബല. ചേച്ചിയാണ് ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നത്. എഫ്. എഫ്. എഫ് ഫോർ ഫുജിറ. ഓക്കെ. പേര് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ. ഫാസിലും പറയാം. ഓക്കെ. അടുത്ത പറ. സിനിമ പറ. സിനിമ ഫാൻഡം. ഫാൻഡം പൈലി. ഓക്കെ. അടുത്ത ലാസ്റ്റ് പറ. ഈ 3 എണ്ണായി. നാലാമത്തെ ഇതിന്റെ പറ. നാലാമത്തെ പറ. വസ്തുവാ. വസ്തു. ഫയൽ. ഫയൽ. ഓക്കെ. ലാസ്റ്റ് ലെറ്റർ ഡി. ഡി. ഡി ഫോർ ഡെൻമാർക്ക്. ഡെൻമാർക്ക്. ദുബായ് വിട്ടു. ഓക്കെ. പേര് പേരാ? പേര് ധോണി. മഹേന്ദ്ര സിംഗ് ധോണി എന്നാണ്. അപ്പൊ അത് എടുക്കാൻ പറ്റൂല. ഓക്കെ. ദലൈലാമ. ദലൈലാമ. ഓക്കെ. എഴുത്തുകാരി. ഓക്കെ. അടുത്ത പെട്ടെന്ന് പറ. സിനിമ പെട്ടെന്ന് പറ. സിനിമ ദുബായ്. ദുബായ്. ഓക്കെയാണ്. പിന്നെ വസ്തുവാ ഡയറി. ഡയറി. എന്താ ദൈവമേ, ജയിച്ച്. പക്ഷെ ജയിച്ചത് നിങ്ങളല്ല കേട്ടോ, ചേച്ചിയാ. നിങ്ങൾക്ക് കിട്ടുന്നൊന്നും ഉണ്ടായിട്ടില്ല. ചേച്ചി ആ സമയാസമയം കൃത്യമായി പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം സുമംഗലി ചേച്ചി ഉണ്ടാവുന്നു. ഞാൻ പറയുമ്പോ വെറുതെ വിളിച്ചു പറയാണ്. പിന്നെ ഒലക്കാന്ന് ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. നിങ്ങൾ ഇക്കണക്കിന് ഇപ്പൊ ഞാൻ എക്സാമിന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചേച്ചീനെയും കൊണ്ടിരുത്തേണ്ടവര് കംപ്ലീറ്റ് ഉത്തരം പറഞ്ഞുതരാൻ വേണ്ടിട്ട് കോപ്പി അടിക്കാൻ. ഞാൻ പറഞ്ഞൊന്നല്ല പറഞ്ഞു. ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം എല്ലാം അത് തന്നെ പറഞ്ഞു. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ കാര്യങ്ങള്. അറിയാം കാര്യങ്ങള്. ഓക്കെ. എന്നാലും സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പോ ഇന്ന് അങ്ങനെ വീണ്ടും ശശിയേട്ടന് ഫസ്റ്റ് തന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് തന്നെ വിന്നറായിട്ട് പോയിരിക്കുകയാണ് ശശിയേട്ടൻ. അപ്പൊ ഇതാ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് നാട് പേര് സിനിമ വസ്തു. കളറൊക്കെ മാറി, നല്ല വെള്ള കളറിലൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ടോണി സന്തോഷം. ഇനി ഇതിനകത്ത് എന്താണ് അടുത്ത വരാൻ പോകുന്നത് എനിക്കറിയണം. ഇതവൻ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അടുത്ത ആളിലേക്ക് പോകാം. 04238249 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ടാണ് നിങ്ങൾ ഈ ഗെയിമിൽ പങ്കെടുക്കേണ്ടത്. 2 മിനിറ്റ് നേരമായിരിക്കും ഓരോ മത്സരാർത്ഥിക്കും ഉണ്ടാകുന്ന സമയം. ഈ കിടക്കുന്ന ബോക്സിൽ ഓരോ ബോക്സും ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ഏത് അക്ഷരമാണോ നിങ്ങൾ പറയുന്ന ആ അക്ഷരം ഓപ്പൺ ആയതിനു ശേഷം ഏത് ഗെയിമാണോ വരുന്നുണ്ടാവുക ആ ഗെയിമായിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. ആ കളിക്കുന്ന സമയം നിങ്ങൾക്ക് 2 മിനിറ്റ് നേരമായിരിക്കും. അവിടെയുള്ള ടൈമറിൽ 2 മിനിറ്റ് നേരം കാണിക്കും.
ആ 2 മിനിറ്റ് നേരം നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിച്ച് നിൽക്കരുത്. 10 സെക്കൻഡോളം കഴിഞ്ഞിട്ടായിരിക്കും ടി വിയിൽ സമയം കഴിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സമയവും ഈ സമയവും തമ്മിൽ ചേർത്ത് വെച്ച് നോക്കരുത്. പലപ്പോഴും നമ്മൾ ആ ടൈമിനുള്ളിൽ തീർക്കേണ്ട പല ഗെയിംസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈം നോക്കി നിങ്ങൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടായി പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മാത്രമല്ല നിങ്ങളെ ഏത് രീതിയിലും പരാജയപ്പെടുത്തണം എന്ന് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരാളാണ് ഞാനിവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം ജയിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മത്സരിക്കുക, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ആണ് ഞാൻ മത്സരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം. 2 മിനിറ്റ് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മധുരം മലയാളമൊക്കെയാണ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളെ ഒന്ന് താഴെ ഇടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമുണ്ട്. നോക്കട്ടെ. ഹലോ വന്നില്ലേ? ഇങ്ങോട്ട് കിട്ടിയില്ലല്ലോ. കൈ എന്തോ വന്നിക്കുന്നുണ്ട്, കാണുന്നില്ല. ഓക്കെ. അതായത് കോൾ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടി വിയിൽ ശ്രദ്ധിക്കാണ്ട് വിളിക്കണം. ടി വിയിൽ ശ്രദ്ധിക്കുന്ന കോൾസ് എനിക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് അവർ ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവും ടി വിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ലാൻഡ് ഫോൺ നമ്മളെ ഈ വിഷൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ടി വിയുടെ കൂടെ തന്നെയുള്ളൊരു സാധനമാണ് ലാൻഡ് ഫോൺ. പല ആൾക്കാരുടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ സമയത്ത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ സംബന്ധിച്ച് ഈ ഫോണ് യൂസ് ചെയ്യുന്നില്ല ലാൻഡ് ഫോൺ. ഞാൻ ചേട്ടാ ലാൻഡ് ഫോൺ എവിടെ? ലാൻഡ് ഫോൺ യൂസ് ചെയ്യാറില്ല. ശരിക്കും ലാൻഡ് ഫോൺ നിങ്ങൾ യൂസ് ചെയ്യണം. അതായത് ലാൻഡ് ഫോൺ ടു ലാൻഡ് ഫോൺ മുഴുവൻ വിളിക്കാൻ വേണ്ടി സൗജന്യമാണ്. ഇത് പലരും ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും. അതായത് ലാൻഡ് ഫോൺ ടു ലാൻഡ് ഫോൺ ഫ്രീ ആണ്. ഇപ്പം നമ്മളിവിടെ വെച്ചിരിക്കുന്ന നമ്പറും 0423822491 എന്നുള്ള നമ്മളെ ഈ നമ്പറും സൗജന്യമായി വിളിക്കാൻ പറ്റുന്നത്. അതായത് 1 രൂപ പോലും ചിലവില്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഫോൺ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത്, അതിനകത്ത് ഓൾറെഡി ഒരു റീചാർജബിൾ ബാറ്ററി ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നിട്ട് നേരെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോൺ കിട്ടും. കാരണം എന്തായാലും ഈ വിഷൻ്റെ ടി വി എടുക്കുന്ന സമയത്ത് ഈ പാക്കേജിനകത്ത് ഉള്ളതാണ് സൗജന്യമായിട്ടുള്ള ഫോൺ. അപ്പോൾ ആ ഫോണിൽ നിന്ന് എടുത്ത് വിളിച്ചാൽ മതി. വേറെ ചിലവുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓൾറെഡി എല്ലാവരും എന്താ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഓൾറെഡി നമുക്ക് 1000-2000 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കോൾ മിനിറ്റ് ഉണ്ട്. പണ്ടൊന്നും ഇതുണ്ടായിട്ടില്ല. ഞാനിതൊരു ദിവസം സച്ചുവായിട്ടുമായിട്ട് താഴെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു, ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഡൂ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായിരുന്നില്ല. ടെലികോം ഇതിൽ ഡൂ ഉണ്ടായിരുന്നില്ല, എത്തിസലാത്ത് മാത്രമായിരുന്നു. അന്ന് 40 ദിറംസ് 40 ദിറംസ് ആണെന്ന് തോന്നുന്നു. 40 ആണോ 30 ആണോ? 30 ദിറംസ് ആയിരുന്നു അന്ന് ഒരു കാർഡിന് വില. അതായത് ഇന്നത്തെ പോലെ ഒരു 5 ദിറംസ് കയറ്റാനോ അല്ലെങ്കിൽ ഒരു 10 ദിറംസ് കയറ്റാനോ ഉള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. 30 ദിറംസിൻ്റെ കാർഡ് മേടിക്കുക, 30 ദിറംസ് കയറ്റുക. ആ 30 ദിറംസിൽ നമ്മൾ നാട്ടിലേക്ക് വിളിക്കുകയാണ്. കാരണം ഇന്നിപ്പം നമുക്ക് എത്തിസലാത്തിലും ഡൂലൊക്കെ ഒരുപാട് ഓഫർ പാക്കേജുകളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഈ 9 ഫിൽസിനൊക്കെ വിളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അന്ന് അങ്ങനെ ഒരു സംവിധാനമില്ല. നമ്മളെ മൊബൈലിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിക്കുകയാണെങ്കിൽ ഏകദേശം 2 ദിറംസ് 40 ഫിൽസോളം ചിലവുണ്ടാവും 1 മിനിറ്റ് സംസാരിക്കുന്നതിന്. പിന്നെ അത് മാത്രമല്ല, ഞാൻ വന്ന ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിലൊന്നും ഈ സെക്കൻഡ് പൾസ് അല്ലായിരുന്നു. അതായത് ഒരു കോളിനാണ് പൈസ. 1 മിനിറ്റ് 1 സെക്കൻഡ് ആയാലും 2 മിനിറ്റിൻ്റെ പൈസ എടുക്കുമായിരുന്നു. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോണിങ്ങനെ നോക്കി വിളിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ ലൈന് നിന്ന് നിങ്ങൾ എത്ര പേര് ഉണ്ട് എന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് ഓർമ്മയുണ്ട്, എത്ര പേര് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കാർഡ്, ഒരു എത്തിസലാത്തിൻ്റെ കാർഡ് മേടിച്ചിട്ട് ആ കാർഡിൽ ബൂത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഫോൺ ബൂത്തിൽ നിന്ന് അതിന് കുറച്ച് മിനിറ്റ് കൂടുതൽ കിട്ടും നമ്മൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ. ഞാനൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ആ കാർഡ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്പർ അടിച്ചിട്ട് നമ്മളെ നാട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി ലൈന് നിൽക്കണം. ഞാൻ സോനാപൂരായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട്, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പക്ഷെ അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈന് നിന്നിട്ട് നമ്മൾ ആ കാർഡ് കുത്തി നമ്പർ അടിച്ച് എന്നിട്ട് വിളിച്ച്, ഹലോ നമസ്കാരം, ആരാ? ഹംന. അക്ഷരം ഏതാ? എം. ഹംനയുടെ എം. ഹംന എന്നുള്ളൊരു ഹം ഉണ്ടല്ലോ, അതിലെ ഹംനേന്റെ എം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറുതല നമ്പർ കേട്ടോ. അങ്ങനെ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പാടില്ല, പക്ഷെ ആൻസർ പറയണം. പക്ഷെ ആൻസർ ഒരിക്കലും ഇതിന് ചോദ്യത്തിന് മാച്ച് ആവുന്ന ആൻസർ ആവാൻ പാടില്ല. മനസ്സിലായല്ലോ ഗെയിം? അതേസമയം ഇതിനിടയിൽ എന്തെങ്കിലും നമ്പർ പറയുകയാണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് നമ്പർ മലയാളമാണ് ഇംഗ്ലീഷിലും, ഇംഗ്ലീഷാണ് മലയാളത്തിലും നെക്സ്റ്റ് നമ്പറും പറയണം കേട്ടോ. ചില ആൾക്കാർ ഫോൺ മാറ്റി വെച്ച് സംസാരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി? സ്റ്റാർട്ട് ചെയ്യട്ടെ? റെഡി, ടൈം സ്റ്റാർട്ട് നോ. വീട്ടിൽ ആരാ ഉള്ളത് ഇപ്പോ ഹെൽപ്പ് ചെയ്യാൻ?
ഇത് 18 സ്ഥലമാണ്. ഉപ്പില്ല അവിടെ? TV കാണണ്ട, നമുക്ക് ഫോണിൽ സംസാരിക്കാം. ഉപ്പില്ല അവിടെ? ഉപ്പില്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആൻസർ പറഞ്ഞു. നീ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഗംഭീരമായിട്ട് മത്സരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉപ്പില്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞത് റൈറ്റ് ആൻസർ ആയിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ടായി പോയി കേട്ടോ. കുഴപ്പമില്ല. അത് ഈ ഫസ്റ്റ് കറക്റ്റ് ആയിരുന്നു. പക്ഷെങ്കിൽ അതിന്റെ അങ്ങോട്ട് പോയപ്പോൾ അത് കറക്റ്റായിട്ട് വന്നില്ല. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഹംന ചെറിയ കുട്ടിയാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടികൾക്ക് ഈ മത്സരത്തിൽ വലിയ പാടാണ് ജയിച്ചു പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ നാട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളിലൊന്നാണ് ചിപ്സ്. നമ്മൾ ഈ പഴത്തിൻ്റെ ചിപ്സും പിന്നെ ഈ അരിയുണ്ട ചിപ്സ്, അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിരിക്കും. അവലോസ് ഉണ്ട, അവലോസ് പൊടി, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത്. ഉണ്ണിയപ്പം, ഇതൊക്കെയാണ് നമ്മൾ ഗൾഫിലേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടുന്നൊരു സാധനമല്ല അത് അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടുന്നൊരു സംഭവമായിരുന്നു. അതായത് അന്ന് കപ്പലിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ തന്നെയും ബോംബെയിലൊക്കെ പോയി, ബോംബെയിൽ നിന്നാണ് വരുന്നത്. ഞാനൊക്കെ ബോംബെയിൽ പോയിട്ട് വന്ന ഒരാളാണ്. ഗൾഫിലേക്ക് വരുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് വന്ന ആളാണ്. ബോംബെയിൽ പോയി, ബോംബെയിൽ ഒരു 10 ദിവസം നിന്ന് അവിടുന്ന് പിന്നെ ഫ്ലൈറ്റിന് ഇങ്ങോട്ട് വന്ന് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഫുഡ് നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിലും വന്ന് ഉടനെ ഒന്നും നമുക്ക് കൃത്യമായൊരു ഭക്ഷണമൊന്നും നമുക്ക് സെറ്റാവില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടായില്ല, പക്ഷെ സെറ്റാവില്ല. കാരണം കുബൂസും അങ്ങനെയുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ദാൽ കറി, ഇതൊന്നും നമ്മളൊരു നിഘണ്ടുവിലില്ലാത്ത പരിപാടികളാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് അങ്ങോട്ട് സെറ്റാവാത്തത് വരുമ്പോൾ നമുക്ക് തീരെ ഭക്ഷണം അങ്ങോട്ട് പിടിക്കാണ്ടാവുമ്പോൾ നമുക്ക് 2 ഉണ്ണിയപ്പം എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ചിപ്സ് എടുത്ത് കഴിക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് കെട്ടിക്കൊണ്ടുവന്നിരുന്നത്. ഇന്നും അതുപോലെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ല നമുക്ക്. ഇങ്ങനെ ഒരു ഉണ്ണിയപ്പോ അല്ലെങ്കിൽ ചിപ്സോ ഒക്കെ എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കും എന്നുള്ളത് മാത്രമാണ്. കൊടുക്കുക എന്നുള്ളത് കൊടുക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ കുറച്ച് കഴിക്കും, അങ്ങനെ ഒരുപാട് കഴിക്കാറുമില്ല. അന്ന് അത് കൊണ്ടുവന്നിരുന്നതിൻ്റെ കാരണം ഇതായിരുന്നു. നമുക്ക് വന്ന ഉടനെ, ഇന്ന് അങ്ങനെയല്ല, നമ്മൾ നാട്ടിലെടുക്കുന്ന ആൾക്കാർ പോലും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് വരും. കാരണം നല്ല ഫുഡ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എവിടെയാണ്. അതുകൊണ്ട് തന്നെ അത്ര പോലും ഈ ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നതിന് അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഏട്ടൻ്റെ മോൻ വന്നപ്പോൾ അവൻ ഇതേപോലെ കുറേ ചിപ്സും ഹലുവ ഇങ്ങനെ സംഭവം കൊണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇപ്പോൾ ഇവിടെ കിട്ടും, ഇവിടെ അവൈലബിൾ ആണ്. പണ്ട് അങ്ങനെ ഉണ്ടായില്ല. ഞാൻ സോനാപൂർ അന്ന് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ആ ഏരിയയിൽ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ, ഒരു മലയാളി റെസ്റ്റോറൻറ്റ്, ആ ഒരു ഇക്കയുടെ റെസ്റ്റോറൻറ്റ്. അവിടെയാണ് നമ്മൾ മെസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ പലർക്കും അത് അറിയില്ല, അങ്ങനെ ഒരു പരിപാടി തന്നെ പലയിടത്തും ഉണ്ടാവില്ല. ഇപ്പോൾ പല ആൾക്കാർക്കും അതിനെപ്പറ്റി വലിയ ധാരണ പോലും ഇല്ല. കാരണം ലേബർ ക്യാമ്പിൽ പോലും ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്ന സംവിധാനത്തിലേക്ക് എത്തി. അന്ന് അങ്ങനെയൊരു പരിപാടി ഉണ്ടായില്ല. ലേബർ ക്യാമ്പിലൊക്കെ കുക്ക് ചെയ്യൽ വളരെ കുറവായിരുന്നു. കുക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. കാരണം രാവിലെ ഒരു 4:30, 5 o'clock ഡ്യൂട്ടിക്ക് പോയാൽ രാത്രി 8 മണി 8:30 ആവും വീട്ടിലെത്തുമ്പോൾ. ഏകദേശം 8:30, 9 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുളിച്ച് കിടക്കാനേ സമയമുള്ളൂ. രാവിലെ ഓരോരോ ആൾക്കാർ 7 പേര് 8 പേരുള്ള റൂമിൽ അലാറം ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നതിൻ്റെ അലാറം മുതൽ ഓരോരാളും എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങും. ഇങ്ങനെയാണ് അന്നത്തെ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഈ നമ്മൾ കുക്ക് ചെയ്യാനൊന്നും സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മെസ്സ് തരും. ഒരു 300 dirhams ഒക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. 250 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മെസ്സ് കിട്ടും. 180 മുതലാണ് മെസ്സ് ഉണ്ടാവുക. ഞാൻ അന്ന് ചേർന്നിരുന്നത് എനിക്ക് തോന്നുന്നു 310 അങ്ങനെ എന്തോ ആണ് ഞാൻ ചേർന്നിരുന്നത്. അത് ലക്ഷറി ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഒരു മെസ്സാണ് ഞാൻ ചേർന്നിരുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പറയാം. അടുത്ത കോളിലേക്ക്. ഹലോ. നമസ്കാരം. ഏതാ അക്ഷരം? മൊത്തം മാറിയിരിക്കുക. എന്റെ അക്ഷരത്തിന്റെ ആദ്യം ആയിക്കോട്ടെ. ബി. ബിനിത. ബിനിതയുടെ ബിയില് എന്താണെന്ന് നോക്കട്ടെ ഞാൻ. ബിയിലെന്താണ്? മധുരം മലയാളം. ആയിക്കോട്ടെ. ഇന്ന് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് ഞാൻ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ബിനിത, ടിക്കറ്റ് എടുത്തോ നാട്ടിൽ പോവാൻ? ആര് പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കുക. ഇപ്പൊ എല്ലാരും വെക്കേഷൻ ടൈം അല്ലേ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ. പോകുന്നില്ലേ? പോകുന്നുണ്ട്. എപ്പോഴാ പോകുന്നേ?
ഉടനെ തന്നെ പോവും. ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ടിക്കറ്റ് എടുത്തില്ലേ? ഇല്ല. അതെന്താ ടിക്കറ്റ് എടുക്കാത്ത? ടിക്കറ്റ് അപ്പൊ പിന്നെ റേറ്റ് കൂടൂലേ? ഓ, ഈ സമയത്ത് ആ, കൂടാൻ സാധ്യതയില്ല. ആര് പറഞ്ഞു? ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടിക്കറ്റ് റേറ്റ് കൂടും. ജൂണിൽ ഇപ്പൊ ഇവിടെ പെരുന്നാൾ വരുമ്പോ വീണ്ടും കൂടൂലേ? കുഴപ്പമില്ല, പോകുമ്പോ എടുക്കാം. അല്ല, എന്നാലും നേരത്തെ പൊതുവെ ടിക്കറ്റ് അങ്ങനെ എടുത്തു വെക്കുന്ന ശീലം ഇല്ലേ? ഇല്ല. പൊതുവെ എങ്ങനെയാ, എവിടത്തേക്കാ ടിക്കറ്റ് എടുക്കാറ്? പൊതുവെ നാട്ടിലേക്കാണോ അതോ വേറെ എവിടെയെങ്കിലും കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് പോവോ? എങ്ങനെയാ? നാട്ടിലേക്കാണ് എടുക്കാറുള്ളത്. എന്ത് എന്ത് ഈ പറഞ്ഞ സാധനം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ചോദിക്കല്ലേ ചെയ്തേ. എന്തെടുക്കുന്ന കാര്യം പറയുന്നത്? ഈ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ല, ചോദിക്കായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തോന്ന് ഞാൻ ചോദിച്ചു. അതാണ് ചോദിച്ചപ്പോ പറയുന്നില്ലല്ലോ. അത് ചോദിച്ച സാധനം എന്ത് സാധനം എന്ന് പറയുന്നത്? അതെന്ത് മോശം അത്. അപ്പൊ ഏത് മാസാ പോകുന്നേ? ടിക്കറ്റ് എടുത്തിട്ട് ഏത് മാസം പോകാനാ പ്ലാൻ? പ്ലാൻ എല്ലാം സെറ്റായോ? അതായി. ഏതാ പ്ലാൻ? ഏതാ ഡേറ്റ്? ഏതാ ഈ മന്ത്? ഏതാ? 12. ഈ മാസം 12-ാം തീയതി പോവാണോ? അതെ. ഓ, ഈ മാസം. അപ്പൊ ടിക്കറ്റ് എടുക്കണ്ടേ? ഇന്നിപ്പോ 7-ാം തീയതി ആയില്ലേ? എന്നിട്ട് ടിക്കറ്റ് എടുത്തില്ലെന്ന് പറയുന്ന കള്ളമല്ലേ? അപ്പൊ നാളെ എടുക്കാം. നാളെ അല്ല, ഇന്നലെ എടുത്താണോ? അല്ലെ മിഞ്ഞാന്ന് എടുത്താണോ? അല്ലെ കഴിഞ്ഞ ആഴ്ച എടുത്താണോ? അല്ലെ ഒരു മാസം മുമ്പ് എടുത്താണ് ടിക്കറ്റ്? ടിക്കറ്റ് എടുക്കാണ്ട് എങ്ങനെയാണ് ഇപ്പൊ 12-ാം തീയതി കൺഫേം ചെയ്യുന്നത്? അത് കുഴപ്പമൊന്നുമില്ല. എന്താ ടിക്കറ്റ് എടുക്കാണ്ട് കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ? നമുക്ക് ടിക്കറ്റ് കിട്ടൂല്ലോ. കിട്ടുമല്ലോ. എങ്ങനെ കിട്ടും? എപ്പം വേണമെങ്കിലും കിട്ടും. ശരി, എന്തായാലും ജയിച്ചിട്ടുണ്ട്. ടിക്കറ്റില് മാക്സിമം ഞാൻ പിടിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. കുഴപ്പമില്ല, ലക്കി ഡ്രോയിലേക്ക് പോയിട്ടുണ്ട്. അതിന് മലയാളം എന്തുവാ? ടിക്കറ്റിന്റെ അനുമതി പത്രം, യാത്രാ അനുമതി പത്രം. ശരി, ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. അടുത്ത ആളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഹലോ. കട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന മെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു സംഭവം ഉണ്ടാവും. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച പൊട്ടാത്ത ചപ്പാത്തി. അതിങ്ങനെ ഒരു ഹാഫ് മടക്കി എഗെയിൻ മടക്കിയിട്ടൊരു ത്രികോണ ഷേപ്പിൽ വരുന്നൊരു ചപ്പാത്തി ഉണ്ടല്ലോ, അത് അങ്ങനെയാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു 3 ചപ്പാത്തി. അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മലയാളികൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മെസ്സ് മാത്രം ഒരു 1500 മെസ്സൊക്കെ കൊടുക്കുന്നൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൊണ്ട് സൈറ്റിലേക്ക് പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ 3 ചപ്പാത്തിയും അതിൻ്റെ കൂടെ ഒന്നുകിൽ വെജിറ്റബിൾ കറി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ബാജിക്കറി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അത് പിന്നെ പൊട്ടിച്ച് ചപ്പാത്തിയിൽ ഒഴിച്ചിട്ട് പൊതിർത്തി വേണം കഴിക്കാനായിട്ട്, എന്നാലേ ചപ്പാത്തി ഒന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. അത്രയും ഇതായിട്ടാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ പറയുന്ന എഗ്ഗ് കറി ഉണ്ടാവും, എഗ്ഗ് റോസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവും. നോൺ വെജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഉച്ചക്ക് വരുന്ന മീൻ കറി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. ഈ മീനിൻ്റെയൊക്കെ ചെതമ്പലൊക്കെ അതുപോലെ ഉണ്ടാവും അതിനകത്ത്. കാരണം അത് വൃത്തിയാക്കിയാലും വൃത്തിയാവാത്തോണ്ടല്ല, കാരണം 1000-1500 ആക്കുള്ള മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പിന്നെ അത് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മോര് ഉണ്ടാവും, ചെറിയ, അതായത് മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മോരെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോരാന്ന് മനസ്സിലാവും. ഇല്ല, നമുക്കൊരു വെള്ളം അത്രേ ഉള്ളൂ. അതിനകത്ത് പുളി ഉണ്ടാവില്ല, ഉപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് 1-2 പച്ചമുളകിൻ്റെ പീസും പിന്നെ ഒരു 1-2 നമ്മളെ കറിവേപ്പിലയുടെ പീസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് മോരാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കണേ എന്ന്. അത് ഞാൻ പറഞ്ഞില്ല, ലക്ഷറി, അതായത് 310-ൻ്റെ ഏറ്റവും വില കൂടിയ മെസ്സിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പിന്നെ ചോറ് നമുക്ക് സെലക്ട് ചെയ്യാം, അതാണ് അതിൻ്റെ പ്രത്യേകത. ബാരീക്ക് അല്ലെങ്കിൽ മോട്ട എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ബാരീക്കാണ് എടുക്കുന്നത്. അപ്പോൾ ബാരീക്ക് ഉണ്ടാവും, എനിക്കെപ്പോഴും ബാരീക്കാണ് തരുന്നത്. ബാരീക്ക് റൈസ് ഉണ്ടാവും. ഉച്ചക്കും ഒരു 2 ചപ്പാത്തിയും കൂടി ഇതിനകത്ത് ഉണ്ടാവും. ഈ മീൻകറി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു ഒരു തോരൻ എന്ന് പറയും, നിങ്ങളെന്താ പറയുക, നമ്മുടെ നാട്ടിൽ വറവ് എന്ന് പറയും, കേബേജോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഇതൊന്നും തന്നെ. ഹലോ, നമസ്കാരം. ആരാണ്? ഷാർജ എന്ന് പേര്? ശാന്തേച്ചി, അക്ഷരം പറഞ്ഞേ. ആ ടിവിയിൽ ശ്രദ്ധിക്കണ്ട. ഏതാ? ഓക്കെ. ഏതാ അക്ഷരം? സി ആയിക്കോട്ടെ. സി. സി. ടോണി സി കാപ്പൻ. കുസൃതി ചോദ്യാണേ. സിമ്പിൾ ചോദിക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. ചോദിക്കട്ടെ? റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഈ ഇംഗ്ലീഷ് വാക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത്
ഓൺലി 1 G ആൻഡ് ഓൺലി 4 T. ടി എന്ന അക്ഷരം 4 തവണയും 4 എണ്ണവും ഒറ്റൊരു ജിയും ഉപയോഗിച്ചാൽ കിട്ടുന്ന ഇംഗ്ലീഷ് വാക്ക്. ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഒറ്റൊരു നമ്പർ ജി. ജി എന്ന അക്ഷരം ഒറ്റ ഒന്ന്. ജി എന്ന അക്ഷരം 1, ടി എന്ന അക്ഷരം 4. ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ഒരു ജിയും 4 ടിയും ഉള്ള ഒറ്റ ഇംഗ്ലീഷ് വാക്ക്. ഒരു ടി അല്ല, ഒരു ജിയേ ഉള്ളൂ, 4 ടിയും ഉണ്ട്. ഇത് രണ്ടും ഉള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ഒരു ജിയും ഓൺലി 1 G ആൻഡ് 4 T. 1 G ആൻഡ് 4 T ഉള്ള ഇംഗ്ലീഷ് വാക്ക്. ഈ ചോദ്യം അവിടെ തന്നെ ഇരിക്കട്ടെ, ഉത്തരം ഞാൻ അവസാനം പറഞ്ഞുതരാം. കിട്ടുമോ? അപ്പൊ നമുക്ക് അടുത്ത ആളുടെ അടുത്ത് ഇതേപോലെ എവിടെയും കുസൃതി ചോദ്യം വന്നാൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ അവസാനം ഞാൻ പറയും. കാത്തിരിക്കാം. കോമഡി ഷോ എന്ത് പറ്റി? അത്ര കോമഡിയാണോ? ഇതിൽ നിന്നിങ്ങനെ കളിക്കാറില്ല. കോമഡി ഷോയിലോ നമ്മള് വേറെ ഏതിനേക്കാളും പ്രഷ്യസ് ആയിട്ടുള്ള സ്ഥലത്താണുള്ളത്. അതായത് ഗൾഫ് എന്ന് പറയുന്ന UAE എന്ന് പറയുന്ന ഒരു വൻ സംഭവമായ സ്ഥലത്തുള്ള ഏറ്റവും വലിയ TV ചാനലിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് വലിയ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ കോമഡിയാണ് ഏറ്റവും ചേരുന്നത്. കോമഡി ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ല നല്ല കോമഡികൾ പറയാം. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും കോമഡി അല്ല. ഇത് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ കോമഡി അല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അനുഭവിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആരും തന്നെ ഒരു ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ തലമുറയിൽ പെടുന്ന ആൾക്കാർ വിസിറ്റിംഗ് വിസയിൽ വരുന്നു, ജോലി തേടുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടുന്നു. അവർ പോയി ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ലക്ഷറി സംഭവങ്ങൾ അന്ന് ഇല്ല. ഞാൻ വരുന്ന സമയത്തില്ല. എൻ്റെ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അന്നൊരു ഡ്രൈവിംഗ് ലൈസൻസും ഒരു വണ്ടിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അന്ന് രാജാവിന് തുല്യമാണ്. കാരണം അങ്ങനെയായിരുന്നു. വണ്ടിയും ലൈസൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. ലൈസൻസ് ഉണ്ട്, വണ്ടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ല, അതിനപ്പുറത്തേക്കൊരു സംഭവമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള മീൻകറി ഉണ്ടാവും. മീൻകറി തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാവുക. തേങ്ങ അരച്ച മീൻ ഞാനെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ടെയ്നറിലാണ് ചോറ് വരിക. ചോറ് കണ്ടെയ്നറിൽ വരിക. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സും ഈ പറയുന്ന ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് രാവിലെ അത് ഒരെണ്ണം ഈ പറയുന്ന ചപ്പാത്തി ഒന്ന് പിന്നെ എന്താ പറയുക, ഭയങ്കര ഹാർഡായിരിക്കുമല്ലോ ഈ ചപ്പാത്തി. ഒന്ന് നിവർത്തി വെച്ചിട്ട് പാക്കറ്റിലാണ്, എല്ലാം പാക്കറ്റിലാണ്, പ്ലാസ്റ്റിക് ഇങ്ങനെ കീറി നിവർത്തി വെച്ചിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലൊക്കെ വെച്ച് സൈറ്റിലൊക്കെ ആയിരിക്കും മിക്കവാറും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഈ ചപ്പാത്തിയുടെ അകത്ത് നമ്മൾ ഈ ഉണ്ണിയപ്പം വീട്ടിൽ ഈ റൂമിൽ നിന്ന് കൊണ്ടുപോയിട്ട് ആ ഉണ്ണിയപ്പം പൊടിച്ച് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഇത് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല, വേറെ ഒരു രക്ഷയില്ല. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്, ഇപ്പം അങ്ങനെ ഒരു ജോബിനൊന്നും ആരും വരുന്നില്ല. ഇപ്പം ഞാനൊക്കെ വന്ന് ആ ഒരു ഇതിലൊന്നും ആരും ഇല്ല. നമ്മളെല്ലാവരും പല ആൾക്കാരും ആടുജീവിതം കണ്ട് പലരും കണ്ടു നിറഞ്ഞു, ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആടുജീവിതത്തിനേക്കാൾ ബുദ്ധിമുട്ടിൽ ഒരു 25 വർഷം മുമ്പ് ഗൾഫിൽ വന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 30 വർഷം മുമ്പ് ഗൾഫിൽ വന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കയ്യും കണക്കുമില്ല. കാരണം ഇവിടുന്ന് ജോലി ഭാരം കൊണ്ടല്ല കഷ്ടപ്പാടൊന്നും. നമ്മൾ നാടും വീടും വിട്ടു വരുന്നു. കാലാവസ്ഥ നമുക്ക് അങ്ങോട്ട് ശരിയാവില്ല. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമാണ്, ഭയങ്കര തണുപ്പാണ്. നമ്മളിപ്പോൾ അത്ര തണുപ്പില്ലായിരുന്നു ഇവിടെയൊന്നും. ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടല്ല. അതുകൊണ്ട് രാവിലെ 4 മണിക്ക് ബസ്സിന് ലൈനിൽ നിന്ന് ബസ്സിൽ കയറണമെങ്കിൽ ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ പോണം, മസ്റ്റാണ്. ഹലോ നമസ്കാരം, ആരാണ്? സുനിത. ഏതാക്ഷരം? തമിഴ് കോളേഴ്സ് ഇന്ന് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്ന് അവര് സിനിമക്ക് പോയി കാണും. ഞാൻ പറഞ്ഞായിരുന്നു അവർക്ക് സിനിമക്കൊക്കെ കാണണം, അതുകൊണ്ട് സിനിമക്ക് പോയി കാണും. ഇന്ന് ഏതാ അക്ഷരം? എച്ച് ഉണ്ടല്ലോ. എച്ച് ഉണ്ട്. അപ്പൊ എച്ച്. പണ്ടത്തെ പേര് സനീഷ് കുമാർ എന്നായിരുന്നല്ലേ? സനീഷ് കുമാർ എന്നായിരുന്നു എന്റെ പേര്. യെസ്. കഥ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ കഥ പറയും, അത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കണം.
ഓക്കെ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒരു ചെറുപ്പക്കാരനല്ല, കുറച്ച് പ്രായമുള്ള ഒരാള്. അദ്ദേഹം നാട് ഒക്കെ വിട്ട് എനിക്ക് തോന്നുന്നു UK അങ്ങനെയാണ് അദ്ദേഹം കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് UK ജോലിക്ക് പോയത് ഭാര്യയാണ്. അദ്ദേഹത്തിന് ജോലിയും കൂലിയൊന്നും ഇല്ലായിരുന്നു, ഭാര്യയുടെ ചെലവിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വെച്ച് അവരുടെ അവിടുത്തെ അസോസിയേഷൻ എല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുകയും ഒരു പരിപാടി വെക്കണമെന്ന് തീരുമാനിക്കുകയും നാട്ടിൽ പോയി കുറച്ച് സിനിമാ താരങ്ങളെയൊക്കെ കണ്ട് അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തീരുമാനം എടുക്കുകയും ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് അസോസിയേഷൻ എല്ലാം കൂടി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ഇദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്ന് പല സിനിമാ താരങ്ങളെയും കാണുന്നു, ദിലീപ്, മമ്മൂട്ടി, അങ്ങനെ പല ആളുകളെയും, അങ്ങനെ തന്നെ സിനിമയിലുള്ള ആളുകളെ തന്നെ പോയി കാണുന്നു. കണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, സാൻ ഫ്രാൻസിസ്കോയോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങനെ എവിടെയോ ഒരു സ്ഥലത്താണെന്ന് പറയുന്നു. അദ്ദേഹം വരുന്നത് നാട്ടിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പഴയ കാമുകിയെ കണ്ടുമുട്ടുന്നുണ്ട്, പഴയ കാമുകിയുടെ ബ്രദറിനെ കണ്ടുമുട്ടുന്നുണ്ട്. അവരെയൊക്കെ കണ്ടുമുട്ടുന്നതിനിടയിൽ വെച്ചൊരു ചെറിയൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നു. അവരുടെ പഴയ കാമുകിയുടെ ചേട്ടൻ ഒരു തോക്കുകൊണ്ട് ഏതോ ഒരു തെരുവ് ഗായകന് വെടികൊള്ളുന്നു. ആ വെടികൊണ്ടതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇദ്ദേഹത്തിന് തിരിച്ച് നാട്ടിൽ UK പോകാൻ വേണ്ടി ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നു. അതിനിടയിൽ UK മനസ്സിലാക്കുന്നു ഇയാൾ ഇവിടുന്ന് ഈ സിനിമാക്കാരുമായിട്ടൊന്നും ഇതിനൊന്നും പോകുന്നില്ല, ഇയാൾ എന്തൊക്കെയല്ലോ ചെയ്യാണെന്ന്. ഇയാൾ പക്ഷെ സിനിമാക്കാരെയൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയല്ലോ സംഭവിക്കുന്നു. ഇയാൾ തിരിച്ച് UK എത്തുന്നു. UK എത്തിയതിന് ശേഷം അയാൾ അദ്ദേഹത്തിന്റെ അധ്യാപകനെ തന്നെ സ്വപ്നം കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അല്ലേ? ഞാനൊരു അർത്ഥം എന്താണ് ഇതിവൃത്തം എന്ന് പറഞ്ഞ യതി വാർത്താഹ സുനന്ദ എന്ന് പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ? അതന്നെ, ഒരു ഐഡിയ ഇല്ല. കടല് കടന്നൊരു മാത്തുക്കുട്ടി. കടൽ കടന്ന മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമ മമ്മൂക്ക ഡബിൾ റോൾ ചെയ്തിരിക്കുന്നു. മമ്മൂക്കയായും കടൽ കടന്ന മാത്തുക്കുട്ടിയായും അഭിനയിച്ചിരിക്കുന്നു. എന്തായാലും സന്തോഷം, വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ സംസാരിച്ചതിൽ സന്തോഷം. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ടെർമോ എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ടെർമോയിൽ അന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ ഫ്ലൈറ്റിന് 350 പേര് വരുന്നു. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാ? ജീസൺ എന്നാണ് പേര്. ജീസൺ എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? ഗൾഫിൽ വന്നിട്ട് കുറച്ച് കൂടുതൽ വർഷമായി, 30 വർഷമായി. 30 വർഷമായി. അപ്പോ 30 വർഷം മുമ്പ് വന്ന സമയത്ത് ക്യാമ്പിലായിരുന്നല്ലേ താമസം? ക്യാമ്പിൽ താമസിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ താമസിക്കുമ്പോൾ മെസ്സ് ഉണ്ടായിട്ടുണ്ടോ? മെസ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? മെസ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നോ? മെസ്സ് ടേസ്റ്റി ആയിരുന്നോ? ഓർക്കുന്നില്ല അല്ലേ ഇന്നത് ഓർക്കുന്ന പോലും ഇല്ല അല്ലേ? കാരണം അന്ന് ആദ്യമായിട്ട് വന്നപ്പോ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എല്ലാം മാറി, പക്ഷെ എന്നാലും ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഓർക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ഉണ്ടായ അത്ര അടിച്ചുപൊളി ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഓ, ന്യൂ ഇയർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ ന്യൂ ഇയർ, വിഷു, ഓണം, പെരുന്നാൾ എന്നും എന്താ എല്ലാ പരിപാടിയും തകർപ്പായിരുന്നില്ലേ? ഒരു കോളേജ് ഹോസ്റ്റൽ ഫീൽ ആയിരുന്നില്ലേ? കല്യാണത്തിന് മുമ്പാണോ വന്നത്, കല്യാണം കഴിഞ്ഞിട്ടാണോ? നമ്മള് കോളേജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പഠിച്ചത് നിങ്ങളുടെ നാട്ടിലാണ് സനീഷ്. എവിടെ? മാങ്ങാട്ടാണോ? മാങ്ങാട്ട് എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, അപ്പൊ ധർമ്മശാലക്കായിരിക്കും താമസം. പക്ഷെ മാങ്ങാട്ട് ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു 3.5 വർഷക്കാലം ഞങ്ങൾ കണ്ണൂർ ടൗണിലായിരുന്നു. ഓ, പൊളിച്ച്. താണക്കല്ലേ? താണക്കല്ല, അതല്ല, സിറ്റിയിലോ? കണ്ണൂർ ടൗണില്. നിങ്ങൾ SN പാർക്ക് അറിയോ? SN പാർക്ക് പിന്നെ അറിയോന്നോ? SN പാർക്ക് ലിറ്റിൽ കവിത തിയേറ്റർ. അതിന്റെ അടുത്തൊരു MTM സ്കൂളുണ്ട്. MTM സ്കൂൾ അറിയാം. ആ സ്കൂളിലായിരുന്നു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തുടക്കം. അതെ, അതിനുശേഷം അവർ മാങ്ങാട്ടേക്ക് മാറിയതാണ്. മാങ്ങാട്ടേക്ക് മാറി. അതെ, മാങ്ങാട്ട് ധർമ്മശാലക്ക് തൊട്ടപ്പുറത്തേക്ക് മാറിയാണ്, നമ്മുടെ സ്നേക്ക് പാർക്കിന്റെ അടുത്തോട്ട്. അതെ. അല്ലറിയാം. ഓക്കെ, ഒരക്ഷരം പറഞ്ഞേ നോക്കട്ടെ, നമുക്ക് സംസാരിക്കാൻ പറ്റുമോ നോക്കാം. അതൊക്കെ വേണോ? നോക്കാം. നമുക്ക് വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണോ? അത്രക്ക് വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണോ? നോക്കാം, ഒരു അക്ഷരം പറ. കാരണം കുറെ നേരമായിട്ട് നിങ്ങളെ ആരും വിളിക്കുന്നില്ല എന്ന് ഭയങ്കര കംപ്ലൈന്റ്. ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലങ്ങനെ മുഴുകി കേൾക്കും. ഇവരെ അവിടുന്ന് കോൾ ഉണ്ടെന്ന് പറയുമ്പോ ഞാൻ കേൾക്കൂല ചിലപ്പോ. ഇപ്പൊ ഏതാ അക്ഷരം എടുക്കുക? അക്ഷരം L.
എല്ലാം നഷ്ടമെടുക്കുന്നു. യെസ്. അപ്പൊ ഞാനിങ്ങനെ നമ്മളെ ക്യാമ്പിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു വരികയായിരുന്നു, അന്നത്തെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ. എന്നോട് പറ കഥ. അതായത് ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് പറയാനൊരു അവസരം. ഞാൻ ഇപ്പൊ കഥ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ കഥ എന്നോട് പറയണം. മലയാള സിനിമ ആയിരിക്കണം. ആ സിനിമ ഏതാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കാത്തിടത്തോളം നിങ്ങൾ വിന്നറാണ്. ഒരു കുഴപ്പമില്ല. 2 മിനിറ്റ് സമയത്തിനുള്ള ഒരു സിനിമയുടെ കഥ പറയാന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സിനിമ നടന്റെ പേരൊന്നും പറയണ്ട. പെട്ടെന്ന് കിട്ടാത്ത ഏതെങ്കിലും സിനിമ പറ. നമ്മളിങ്ങനെ ഫുള്ള് സിനിമ കാണാറില്ല. അറിയുന്നത്ര കഥ പറ, നോക്കാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാലോ. പറ. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളില് സിനിമകളില് ഒരെണ്ണം പറയാം. പറ. നമ്മുടെ 2 പേര് കൂടി സ്വന്തം ബിസിനസ് തുടങ്ങാൻ വേണ്ടി തുടങ്ങി വെച്ച പരിപാടികള്, അതുമായി ബന്ധപ്പെട്ടുള്ള തമാശകളും ഒക്കെ ആയിട്ടുള്ളൊരു, അത് കഴിഞ്ഞിട്ട് അതിന്റെ 2ാം ഭാഗത്തിനൊക്കെ അവര് പുറം ലോകങ്ങളിലേക്കൊക്കെ പോണതും ഒക്കെ ആയിട്ടുള്ള. എങ്ങനെ 2 പേര് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് എത്താതിരുന്ന കഥ. അതായത് 3 ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ട് ആ സിനിമ അല്ലേ? എക്സാക്ട്ലി. പട്ടണ പ്രവേശം വന്നിട്ടുണ്ട്, അക്കരെ വന്നിട്ടുണ്ട്. അതെ. എന്തായാലും സന്തോഷം. നിങ്ങള് തോൽക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ജയിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, ഞാൻ കരഞ്ഞു പോകും. ഞാൻ അത്ര ലോലഹൃദയനാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാ? ലക്ഷ്മിയാണ്. എന്താ ചെയ്യുന്നേ? ഞാന് ചാർജ് ചെയ്യുന്ന ഇടയ്ക്ക് വിളിക്കാറുണ്ട് പ്രോഗ്രാം. ഓക്കെ. TV മൊബൈലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൗണ്ട് കുറക്കാവോ? ഞാന് പുറത്താണ്. ശരി. ഓക്കെ. അക്ഷരം ഏതാ എടുക്കുന്നേ? ADEFGIJK. ഏതാ? എനിക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടെന്ന് മെൻഷൻ ചെയ്യണേ. പിന്നെന്താ? ആർക്കാ? എന്റെ ചേട്ടനും ചേച്ചിയും ഒരു 32 years ആയി ഇവിടെ. അപ്പം അവര് പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് 32 വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ അവരിന്ന് നാളെ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോയിട്ട് അവർ നാട്ടിലാണ് ഇനി ശിഷ്ടകാലം നിൽക്കാൻ പോകുന്നത്. അതെ, ട്രിവാൻഡ്രത്ത്. എവിടെയാ ഇപ്പൊ അവര് വട്ടിയൂർക്കാവ്. അവരവിടെ തന്നെ ഉണ്ടാവും, വട്ടിയൂർക്കാവിൽ. അപ്പൊ നാട്ടിൽ പോകുമ്പോഴൊക്കെ അവരെ പോയി കാണണം കേട്ടാ. തീർച്ചയായും. അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ഡെഡിക്കേഷൻ. അവർക്ക് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ അവർക്ക് ഇനി ഓർക്കാനുള്ളതാണ്. കാരണം ഞാൻ അന്ന് നിന്നിരുന്ന, അല്ലെങ്കിൽ എന്നോട് അന്ന് സംസാരിച്ചിരുന്ന എല്ലാവരും ഇപ്പോഴും എന്നെ ഓർക്കുന്നു. അവരിപ്പോഴും നാട്ടിൽ വരുമ്പോ എന്നെ കാണാൻ വരുന്നു എന്ന് പറയുന്നതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളെപ്പോ വരുന്നൊക്കെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാൻ ഒരാളും കൂടി നിങ്ങൾക്ക് നാട്ടിലുണ്ടാവും. അപ്പൊ നാട്ടിലേക്ക് എപ്പോഴാ വരിക എന്ന് ചോദിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വളരെ ഭീകരമാണ്. വളരെ ഭീകരമാണ്. അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവും. എന്തായാലും അക്ഷരം പറയൂ. A ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്, E ഉണ്ട്, I ഉണ്ട്, J ഉണ്ട്, K ഉണ്ട്. C കഴിഞ്ഞു. I ഉണ്ട്. എന്നാ E എടുക്കാം. E എടുത്തിട്ട് E എന്ന അക്ഷരം എടുത്തിരിക്കുന്നു. E എന്ന അക്ഷരത്തിൽ വന്നിരിക്കുന്നത് തിങ്കൾ, ചൊവ്വ, ബുധൻ. തിങ്കൾ, ചൊവ്വ, ബുധൻ നമ്പർ ആണേ. അതെങ്ങനെയാണ്? തിങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേ എന്ന് പറയണം. ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ എന്ന് പറയണം. ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി എന്ന് പറയണം. ഞാൻ അതിന്റെ ഇടയിൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്ന് പറയണം. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയണം. നമ്പറും തീയതി ഉണ്ടാവും. ഓക്കെ, റെഡി? ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? അല്ല, ഇത് എത്ര നേരം ഉണ്ടോ? 2 മിനിറ്റ് നേരം മാത്രം. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ തുടങ്ങുകയാണ്. ഞാൻ നോക്കുകയാണ്, ഞാൻ പറഞ്ഞോളൂ. തിങ്കൾ, വെനസ്ഡേ, ചൊവ്വ,
വെനസ്ഡേ, തേഴ്സ്ഡേ, വെള്ളി, വ്യാഴം, ഫ്രൈഡേ, 4, 5, 6, 7, സൺഡേ, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, വെനസ്ഡേ, 6, 7, 8, കേട്ടില്ല, 8, 9, 10, 11, ബുധൻ, തേഴ്സ്ഡേ, വ്യാഴം, ഫ്രൈഡേ, 4, 5, 6, 7, 4, 5, ചൊവ്വ, വെനസ്ഡേ, തേഴ്സ്ഡേ, എന്താ പറഞ്ഞ, തേഴ്സ്ഡേ, വെള്ളിയാഴ്ച, തിങ്കൾ, ട്യൂസ്ഡേ, 6. 7, ഓ, ഒന്നുമില്ല, പൊയ്ക്കോ, കുഴപ്പമില്ല, ജയിച്ചു കേട്ടോ, അത് പൊയ്ക്കോ, ഒന്നും പറയാനില്ല, ജയിച്ച് സമയം കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ ഞാൻ തോൽവി സമ്മതിച്ചു വിടുകയാണ്. എന്തായാലും ഇനി തോൽക്കരുതേ എന്ന് വിചാരിച്ചിട്ടാണ്, കാരണം അത്രയും കൃത്യമായിട്ട് മത്സരിക്കുന്നുണ്ട്. ലക്ഷ്മി, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അങ്ങനെ ജയിച്ചിട്ടുണ്ട്, അപ്പോൾ അവരങ്ങനെ പോവാണ്. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയം എനിക്ക് കുറച്ച് സമയം കൂടി ഉള്ളൂ, ഒരു 10 മിനിറ്റ് സമയം കൂടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഹലോ, ഹലോ, ആരാ? ഹർഷ. ഹർഷ, അക്ഷരം പറയുമോളെ. ഏ, ഏതാ? എല്ലോ, LMNOPQ, എല്ലുണ്ടല്ലോ, എല്ലില്ലല്ലോ, എല്ലില്ല. എം ഉണ്ട്, എം ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. എൻ ഉണ്ട്. ഓക്കെ, എൻ. ഏതാ ഉള്ളത് ഏതാ ഇല്ലാത്ത എനിക്ക് കണ്ടുപിടിക്കുന്നില്ല. എൻ 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 കുസൃതി ചോദ്യാണേ. യാ, സെയിം ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ടൈം ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, സെയിം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പോവാം ജയിച്ചിട്ട്. പറ, ആൻസർ പറ. ക്വസ്റ്റ്യൻ പറയാമോ? Question 1G and 4T. What is the letter? What is the word? 1G and 4T. What is the letter? Word. Letter alla word. 1 number G and 4 number T. What is the word? English word. അറിയില്ല, തന്നെയാണ് പ്രശ്നം. എന്തായാലും നോക്കാം, നമുക്ക് ലാസ്റ്റ് വരെ നോക്കിയിട്ട് ഉത്തരം പറഞ്ഞുതരാം കേട്ടാ. ടോണി എന്നെ ഉത്തരം പറയാൻ ഓർമ്മിപ്പിക്കണം, ഇല്ലെങ്കിൽ 2 പേരായി, 2 പേർക്ക് ഉത്തരം അറിയാണ്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഉത്തരം അറിയണം. ഉത്തരം എന്താണ് നിങ്ങൾക്ക് അറിയോ? അതായത് 1G 4T, 1 Gയും 4 Tയുമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം. അത് അങ്ങനെ പെട്ടെന്ന് കിട്ടേണ്ട ഒരു ഉത്തരവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ടഫായിട്ടുള്ളൊരു ചോദ്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള. പക്ഷെ ഞാൻ ചോദിക്കുന്ന രീതി വെച്ചിട്ടാണ് അത് ചിലപ്പോൾ ആൾക്കാർക്ക് കിട്ടാത്തത്. 1G and 4T ഏതാണ് ആ ലെറ്റർ, ആ വേർഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് വേർഡ് ആയിരിക്കണം. ഹലോ, ഇന്ന് എത്ര പേര് ജയിച്ചിട്ടുണ്ട്? സച്ചേട്ടാ, എത്ര പേര്? ഹലോ, യെസ്, ഹലോ, നമസ്കാരം. നമസ്കാരം ഉണ്ടല്ലോ, എന്താ പേര്? വിനോദേട്ടാ, ഒരക്ഷരം പറഞ്ഞു വിനോട്ടാ, നോട്ടെ. എഫ് ആയിക്കോട്ടെ, നടക്കട്ടെ. എഫ് ഈസി എന്താണെന്ന് നോക്കട്ടെ. 1 2 കേട്ടാ. 1 എന്ന് പറയുമ്പോ 2 എന്ന് പറയണം, 2 എന്ന് പറയുമ്പോ 3 എന്ന് പറയണം, 3 എന്ന് പറയുമ്പോ 4 എന്ന് പറയണം, 4 എന്ന് പറയുമ്പോ 5 എന്ന് പറയണം. പെട്ടെന്ന് പറയണം. ആലോചിക്കാൻ പാടില്ല, പെട്ടെന്ന് പറയണേ. റെഡി? ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്, നിങ്ങൾ മലയാളത്തിൽ നെക്സ്റ്റ് നമ്പർ. നിങ്ങൾ പിന്നെ ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, നെക്സ്റ്റ് നമ്പർ നിങ്ങൾ ഇംഗ്ലീഷിൽ. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. 23. എടി, ഇതെന്താടാ 1:44 തുടങ്ങണം? എന്താടാ എന്നെ തോപ്പിക്കണത്? 2 മിനിറ്റ്. 25. 27. 4. 6. 1. 4. 6. 21. 29.
30. 30, 31. 32, 33. 39, 40. 41, 42. 41, 42. 4, 5. 6, 7. 59, 60. 61, 62. 3, 4. 5. ഉഫ്, എന്തൊരു ടഫാണ് നിങ്ങൾ. 5, 6. 7, 8. 9, 10. 11, 12. 13, 14. 4, 5. 39, 40. 41, 42. 62, 53. 64, 65. 67, 68. 69, 70. 71. 72. ഞാൻ ഇല്ല കളിക്കുമ്പോ. ഓക്കെ, ശരിയാകുന്നില്ല. ആൾക്കാർ ജയിച്ചു. ഹലോ ഹലോ ഹലോ, നമസ്കാരം, ആരാ? എന്റെ പേര് സക്കറിയ. സക്കറിയൊക്കെ എന്തുണ്ട്? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോട്ടെ. ഒരു അക്ഷരം പറഞ്ഞോ നോക്കട്ടെ. ജെ. ജെ ഈസ് ഇറ്റ് ഈസ്. എന്താണ് നമുക്ക് നോക്കട്ടെ. ജെ. സക്കറിയയിൽ എവിടെയാ ജെ ഇരിക്കുന്നത്? ചുമ്മാ ഒരു ജെ. വൈഫിന്റെ പേരെന്താ? ലിൻസി. ലിൻസിയിലും ജെ ഇല്ലല്ലോ. എന്തുവാടാ ഇത്? കൊറേ കാലത്തിന് ശേഷം ഒരു ആക്കാപ്പ വീണ് കിട്ടി. സക്കറിയ ഭായി, എന്തോ? ആ കാപ്പയിൽ ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിലും അവസാനം ആദ്യം വരാതെ സംസാരിക്കണം. അത്രേ ഉള്ളൂ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ സക്രിയ ബൈക്ക് അങ്ങനെ പാ എന്ന അക്ഷരം കൊടുത്തിരിക്കുന്നു. 2 മിനിറ്റ് നേരം ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറയൂ, വീട്ടില് വൈഫ് എന്താ പേര് പറഞ്ഞേ? ലിൻസി. ലിൻസി എന്ത് ചെയ്യുന്നു? ചേച്ചിയാണോ? വൈഫാണ്. അല്ല, എനിക്ക് ചേച്ചി ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നേ? വീട്ടുജോലി. വീട്ടുജോലി എവിടെ? നമ്മുടെ വീട്ടിൽ തന്നെ. അല്ല, വേറെ പുറത്തല്ല? അല്ല അല്ല അല്ല, സ്വന്തം വീട്ടിലാ? സ്വന്തം വീട്ടിലാ. വേറെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുമോ അപ്പൊ വീട്ടിൽ തന്നെ ആവുമ്പോ? ഉണ്ടാക്കുന്നുണ്ട്. എന്ന് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം. അച്ഛന് ഇഷ്ടമുള്ള എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടം പറയുകയാണെങ്കിൽ പാവമോ? ഇഷ്ടം പറയുകയാണെങ്കിൽ പാവം എന്നിട്ട് അങ്ങനെ ഔട്ടായി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ എന്തൊരു സന്തോഷം അറിയാം. ആക്കാപ്പ വന്നിട്ട് ഒരാള് തോക്കുമ്പോ ഒരു വല്ലാത്ത സുഖമാണ്, വല്ലാത്ത ഒരു ആനന്ദം കിട്ടും. അപ്പൊ എന്തായാലും എനിക്കിനി സമ്മാനം കൊടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ആർക്കാണ് സമ്മാനം എന്നുള്ളത് പറയാം. വിജയിച്ച എല്ലാ ആളുകൾക്കും സമ്മാനം ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും മുതലക്കുഞ്ഞുങ്ങളെ കാണാൻ പോകാനുള്ള ടിക്കറ്റ് കിട്ടുന്നുണ്ടാവും. അത് കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. അത് ആർക്കാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തായാലും ഒരു ചെറിയ ബ്രേക്ക്, മൊണ്ടേഷൻ അടിച്ച് തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. Powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. ഉജാല, എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ഗ്രീൻ ഒലീവ് ലേഡീസ് സലൂൺ, അൽ കാസ്മിയ, ഷാർജ. അപ്പൊ ഞാൻ ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുക്കാം. വിനോദേട്ടാ, സമ്മാനം നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ബാക്കി വിജയിച്ച ആളുകൾ 800-825-825 എന്നുള്ള നമ്പറിൽ നാളെ തന്നെ വിളിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ടിക്കറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഖവിവരങ്ങളല്ല, ടിക്കറ്റ് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതപ്പോൾ വിനോദേട്ടനാണ് ക്രോക്കഡൈൽ പാർക്ക് പോകാനുള്ള സമ്മാനം കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് വേറെയുള്ള ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും. ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിൻ്റെ സമ്മാനം കിട്ടും. അതല്ലെങ്കിൽ
നമ്മുടെ മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഷാർജ നൽകുന്ന ഒരു സമ്മാനം കിട്ടും. അതും അല്ലെങ്കിൽ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിൻ്റെ സമ്മാനം കിട്ടും. ഇതിലേതെങ്കിലും ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടും. അതും അല്ലെങ്കിൽ ഉജാല ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം, അതിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ തന്നെ സമ്മാനമായിട്ട് കിട്ടും. അപ്പോൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. വിനോദേട്ടൻ പറയേണ്ടത് എനിക്ക് ക്രോക്കഡൈൽ പാർക്കിൽ തന്നെ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അവർ വിളിച്ച് ഡീറ്റെയിൽസൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ തീർത്തോളും. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് വിട പറയുന്നത്. വീണ്ടും അടുത്ത തിങ്കളാഴ്ച കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ഷാക്കിർ വിത്ത് നിഷാദ് നിരഞ്ജൻ, ടോണി, റാഫി ആൻഡ് സുബായ്. ഗുഡ് നൈറ്റ്.